കേരളത്തിന്റെ മുൻ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ 75 വയസ്സ് പ്രായപരിധി പൂർത്തിയായി പ്രധാനപ്പെട്ട സിപിഐയുടെ കമ്മിറ്റികളിൽ നിന്ന് ദേശീയ കൌൺസിൽ നടക്കം പുറത്തേക്ക് പോവുകയാണ്. നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം കഴിയുകയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കഴിഞ്ഞ 55 വർഷക്കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമെന്ന രീതിയിൽ താഴെ നിലവാരം തൊട്ട് ബ്രാഞ്ച് തലത്തിലും മണ്ഡലത്തിലും ജില്ലയിലും ഒക്കെ പ്രവർത്തിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗം വരെ ആയത്. അതിനുശേഷം കഴിഞ്ഞ 2 ടേമായി നമ്മൾ നാഷണൽ കൌൺസിലിലെ അംഗം കൂടിയാണ്. ഈ ദീർഘമായ കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഏതാണ്ട് 50 വർഷക്കാലം പാർട്ടി സ്റ്റേറ്റ് കൌൺസിൽ അംഗമായിരുന്നു. ആ സാഹചര്യത്തിൽ അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ മേഖലകളിലെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും പാർട്ടിയുടെ നേതൃഘടകങ്ങളിൽ നാഷണൽ കൌൺസിൽ, സ്റ്റേറ്റ് കൌൺസിൽ ഉൾപ്പെടെയുള്ള ഘടകങ്ങളിൽ പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനം അതൊരു ഭരണഘടനാ വ്യവസ്ഥയായി മാറുകയും ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എല്ലാ തലങ്ങളിലും പ്രായപൂർത്തിയാകുന്ന 75 വയസ്സ് കഴിഞ്ഞ ആളുകൾ മാറി നിൽക്കണം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അത് അംഗീകരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഭരണഘടനയുടെ വ്യവസ്ഥയാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ്. കരുതുന്നുണ്ടോ? തീർച്ചയായും ഇതൊക്കെ പാർട്ടി ഓരോ കാലഘട്ടത്തിനും എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായും ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തവണ ഇപ്പം നാഷണൽ കൌൺസിലിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഒഴിവാകേണ്ടി വരുന്നത്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ കഴിഞ്ഞ കാല പ്രവർത്തനത്തിൽ വലിയ തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന രീതിയിൽ മുന്നോട്ട് വന്നതിന്റെ ഫലമായി ഒരു മനുഷ്യനായി സമൂഹത്തിനിടയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നൊരു പ്രത്യേകത അതിനുണ്ട്. വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. വൈകാരികമായൊരു ഇടപെടലാണോ? അല്ലല്ല, അത് വലിയ ഒരു വിഷമവുമില്ലാതെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ നിന്ന് തന്നെ 75 വയസ്സ് പ്രായമായ ആളുകൾ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായത് എല്ലാവർക്കും അറിയാം. ഇനി എന്താണ് അടുത്ത ഒരു പ്രവർത്തന മേഖല? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തുടരും. ഘടകങ്ങളിലില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു നാഷണൽ കൌൺസിലിലോ സംസ്ഥാന കൌൺസിലിലോ ഇല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ, രാജ്യത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യും. മരണം വരെ തുടരും. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. അതായത് രാഷ്ട്രീയം അവസാനിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അവസാനിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി മരണം വരെ തുടരുമെന്നാണ് ഈ ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. ചണ്ഡീഗഡിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് റിപ്പോർട്ടർ.